നമ്മുടെ രക്ഷകനും കർത്താവും വിശ്വാസത്തിൻ്റെ നായകനുമായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ എല്ലാവർക്കും വന്ദനമറിയിക്കുന്നു. ദൈവം നമുക്ക് നൽകിയ ഈ പുതിയ ദിവസത്തിനായും നന്മകൾക്കായും കർത്താവിന് ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞ് സ്തോത്രം ചെയ്ത് സ്തുതിക്കാം. ഇന്ന് ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് സദൃശവാക്യങ്ങൾ 21:3. നീതിയും ന്യായവും പ്രവർത്തിക്കുന്നത് യഹോവയ്ക്ക് ഹനനയാഗത്തേക്കാൾ ഇഷ്ടം. ടു ഡു righteousness and justice is more acceptable to Jehovah than sacrifice. അനുഗ്രഹമുള്ള ഈ വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവത്തെ അറിയുന്ന, ദൈവത്തെ അന്വേഷിക്കുന്ന, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഇഷ്ടപ്പെടുന്ന ഏതൊരു മനുഷ്യനും അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്നാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം അറിഞ്ഞ് അത് ചെയ്യുന്നതാണ് ബുദ്ധിയുള്ള ദാസൻ്റെ, ബുദ്ധിയുള്ള മകൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. ദൈവത്തിന് എന്താണ് പ്രസാദം? പാപത്തിന് പരിഹാരമായി ദൈവം തന്നെയാണ് യാഗങ്ങളെ മനുഷ്യന് കൽപ്പിച്ചു കൊടുത്തത്. വ്യത്യസ്ത തരം യാഗങ്ങൾ ഇസ്രയേലിൽ നടപ്പായിരുന്നു, ദൈവം അവരോട് കൽപ്പിച്ചിരുന്നു. മൃഗങ്ങൾ, പക്ഷികൾ, ഭക്ഷണ സാധനങ്ങൾ എന്നിവ അർപ്പിക്കപ്പെടുന്ന ഹനനയാഗങ്ങൾ, ഹോമയാഗങ്ങൾ, പാപയാഗങ്ങൾ, ദഹനയാഗങ്ങൾ, എത്രയോ യാഗങ്ങൾ, പാനീയയാഗങ്ങൾ, ആദ്യഫലമായി സമർപ്പിക്കപ്പെടുന്ന വസ്തുക്കളുടെ സമർപ്പണങ്ങൾ, നീരാജനങ്ങൾ, അങ്ങനെ വ്യത്യസ്ത തരം യാഗങ്ങൾ ദൈവം പ്രസാദിക്കേണ്ടതിനായി ദൈവം തന്നെ കൽപ്പിച്ചാക്കിയിരുന്നപ്പോൾ ദൈവം പറയുന്നത്, മൃഗങ്ങളുടെ രക്തം ഞാൻ കുടിക്കുമോ? മൃഗങ്ങളുടെ മാംസം ഞാൻ തിന്നുമോ? എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് ചോദിക്കുമോ? ദൈവം എപ്പോഴും പറയുന്നത് താൽക്കാലിക പ്രതിശാന്തി എന്ന വണ്ണം സമർപ്പിക്കപ്പെടുന്ന മൃഗയാഗങ്ങളല്ല, അതിനപ്പുറത്ത് പാപം ചെയ്യാതിരിക്കാനുള്ള ഒരാത്മീക വളർച്ചയാണ് മനുഷ്യനുണ്ടാകേണ്ടത് എന്നാണ്. അനീതിയും അന്യായവും പ്രവർത്തിച്ചിട്ട് യഹോവയ്ക്ക് ഒരു ദഹനയാഗം കഴിക്കുന്നതിനേക്കാൾ ദൈവത്തിന് പ്രിയം നീതിയും ന്യായവും പ്രവർത്തിച്ച് ജീവിക്കുന്നതാണ്. ഒരു മനുഷ്യൻ്റെ വഴി അവന് നന്നായി തോന്നും, ചൊവ്വായി തോന്നും. താൻ ചെയ്ത് തെറ്റിപ്പോയെന്ന് ആളുകൾ സാധാരണ പറയാറില്ല. ഞാൻ ചെയ്തതാണ് ശരി, ഞാൻ ശരിയേ ചെയ്യൂ എന്ന് ശഠിക്കുന്ന ഏതൊരു ആളുകളും മനുഷ്യനെ മുഖം കൊണ്ട്, രീതി കൊണ്ട് വിലയിടുമ്പോൾ ദൈവം ഹൃദയങ്ങളെ തൂക്കി നോക്കുന്ന ദൈവമാണ്. നമ്മുടെ വാക്കും പ്രവൃത്തിയും ഒന്നായിരിക്കുന്നുവോ, നമ്മുടെ ജീവിതവും സംസാരവും ബന്ധപ്പെട്ടിരിക്കുന്നുവോ എന്ന് ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നവൻ അറിയുന്നു. അതേ, നിശ്ചയമായും പാപം ചെയ്തിട്ട് യാഗം കഴിക്കുന്നതിനേക്കാൾ പാപം ചെയ്യാതെ സ്വയം സൂക്ഷിക്കുന്നതാണ് ദൈവത്തിന് ഇഷ്ടം. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ രോഗം വരാതെ സൂക്ഷിക്കുന്നതാണ് നല്ലതെന്ന് നമ്മുടെ സാമൂഹ്യ ശാസ്ത്രങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവവും അത് തന്നെ പറയുന്നു. ജ്ഞാനിയായ ശലോമോനും അത് തന്നെ പറയുന്നു. പാപം ചെയ്തിട്ട് പരിഹാരത്തിനായി ദൈവം മുമ്പാകെ മൃഗത്തിൻ്റെ രക്തം ചീന്തുന്നതിനേക്കാൾ മനസാക്ഷിയും ദൈവകൃപയും ഒത്തൊരുമിച്ചുള്ള നീതിയുള്ള ന്യായവുമുള്ള ഒരു ജീവിതം നയിക്കുന്നതാണ് ദൈവത്തിന് ഇഷ്ടം എന്നറിയണം. അല്പം കൂടെ ദൈവത്തെ അറിയുന്നവർക്കായി പറഞ്ഞാൽ, ആരാധന, പ്രാർത്ഥന, ഉപവാസം, ആത്മീക വരങ്ങളുടെ പ്രകാശനം എന്നിവ ദൈവത്തിന് ഇഷ്ടമാണ്. എന്നാൽ അനീതിയും അന്യായവും പുലർത്തുന്ന ഒരുവൻ്റെ ഈ വക തരത്തിലുള്ള ആത്മീക പ്രകടനങ്ങളെക്കാൾ ദൈവത്തിന് ഇഷ്ടം നീതിയോടെ ജീവിക്കുന്ന, ന്യായത്തോടെ ജീവിക്കുന്ന, ന്യായം പ്രവർത്തിക്കുന്ന ഒരുവൻ്റെ ജീവിതമാണ്, അവൻ്റെ ആരാധനയാണ്. ഹനനയാഗങ്ങൾ, ഹോമയാഗങ്ങൾ, ദഹനയാഗങ്ങൾ ഇവയെല്ലാം ഏതാണ്ട് ഒരേ അർത്ഥം വരുന്ന വാക്കുകൾ തന്നെയാണ്. ഈ യാഗങ്ങൾ കഴിക്കുന്നവന്, അർപ്പിക്കുന്നവന് ഒരു സന്തോഷം, അത് ലഭിക്കുന്ന പുരോഹിതന് അതിൻ്റെ വിഹിതം ലഭിക്കുന്നത് കൊണ്ട് അയാൾക്ക് സന്തോഷം. കുറേ ആളുകളുടെ സന്തോഷങ്ങൾ ഉണ്ടാകുന്നതിനേക്കാൾ
ദൈവത്തിന് പ്രസാദം എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് ചെയ്യുന്നതാണ് ജ്ഞാനം, അതാണ് ബുദ്ധി എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്നും നമുക്ക് ദൈവേഷ്ടത്തിനായി സ്വയം സമർപ്പിക്കാം. യാഗങ്ങളിൽ പ്രിയപ്പെടാത്ത ദൈവം പറയുന്നു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളുകളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. ദൈവമേ, നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. ഹനനയാഗങ്ങളും ഹോമയാഗങ്ങളിലും പ്രസാദിക്കാത്ത ദൈവം പ്രസാദിക്കുന്നത് ദൈവേഷ്ടം ചെയ്യുന്ന അവൻ്റെ ഭൃത്യന്മാരിൽ, അവൻ്റെ ദാസന്മാരിൽ, അവൻ്റെ മക്കളിലാണ്. അതറിഞ്ഞുകൊണ്ട് ജ്ഞാനമുള്ള മക്കളായി, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് ന്യായത്തോടും നീതിയോടും കൂടെ ജീവിപ്പാൻ നമുക്കിന്ന് നമ്മെ തന്നെ സമർപ്പിക്കാം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ പുത്രനിലൂടെ ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ ദാനങ്ങൾക്കായി നന്ദി പറയുന്നു. കർത്താവേ, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലെ സന്തോഷവുമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നീതി ചെയ്യുന്നവരായി, ന്യായം പ്രവർത്തിക്കുന്നവരായി, കർത്താവിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അന്യായവും അനീതിയും ചെയ്തിട്ട് യാഗം കഴിച്ച് പരിഹാരം വരുത്തുവാൻ, ക്ഷമ ചോദിച്ച് പരിഹാരം വരുത്തുവാൻ കാത്തിരിക്കുന്നവരായിട്ടല്ല, മറിച്ച് അവിടുത്തെ ഇഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ ഇന്നും പഠിപ്പിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ദിവസം തരണം. അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ നയിക്കണം. ജയജീവിതം നൽകണം. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. താങ്ക് യു വെരി മച്ച് ആൻഡ് ഗോഡ് ബ്ലെസ് യു.